ഹായ്, ഐ ആം നിഖിൽ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചിതവും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് വേഷം കളിച്ചതുമായ കളിപ്പാട്ടമായ റുബിക്സ് ക്യൂബിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പസിൽ ഗെയിമും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കളിപ്പാട്ടവുമാണ് ഈ റുബിക്സ് ക്യൂബ്. 2024 ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 500 ദശലക്ഷം ക്യൂബ് വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. 1974 ഈ റൂബിക്സ് ക്യൂബ് കണ്ടുപിടിക്കുന്നത്. അന്ന് ഇതിൻ്റെ പേര് മാജിക് ക്യൂബ് എന്നായിരുന്നു. ഇത് കണ്ടുപിടിച്ചത് ശില്പിയും വാസ്തുവിദ്യ പ്രൊഫസറുമായ എർണോ റൂബിക്സ് എന്ന ഒരു ഹംഗേറിയൻകാരനായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തത് അക്കാഡമി ഓഫ് അപ്ലൈഡ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിലെ ഒരു ഇന്റീരിയർ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. 3D ഒബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ക്യൂബ് നിർമ്മിച്ചത്. എന്നാൽ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ക്യൂബുകൾ പസിൽസായി ഉപയോഗിക്കാമെന്നതും അത് ഗെയിമായിട്ട് ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കിയത്. ആദ്യകാലങ്ങളിലെ ക്യൂബുകൾ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചായിരുന്നു ഒന്നിച്ചു നിർത്തിയത്. എന്നാൽ റുബിക്സ് കണ്ടുപിടിച്ചത് തൻ്റെ മുഴുവൻ മെക്കാനിസവും തകരാത്ത രീതിയിൽ ക്യൂബുകൾ സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന രീതിയിലായിരുന്നു. മാജിക് ക്യൂബ് ലോകമെമ്പാടും പുറത്തിറക്കുന്നതിനായി ഐഡിയൽ ടോയ്സുമായി അവർ ഒരു കരാറിൽ ഒപ്പിടുകയും അതിൻ്റെ ഭാഗമായി 1980 മാജിക് ക്യൂബിനെ അത് കണ്ടുപിടിച്ച റുബിക്സിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു.